പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് KSUവിന്റെ മാർച്ച്. ശ്രീരാജ്, പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അലക്ഷ്യയാണ് തന്നെയാണ് പ്രവർത്തകരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയായിരുന്നു KSUവിന്റെ മാർച്ച്. ആന്റണി MP ആയിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രവർത്തകർ ഈ നഴ്സിംഗ് കോളേജിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം ഉണ്ടായത്. ഇത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നതിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമേറ്റുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകർ അക്രമാസക്തമായത്. തുടർന്ന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. കോളേജിലെ വിദ്യാർത്ഥികളുടെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം ഇത്തരത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകരെ പോലീസുമായി ഉണ്ടാവുകയും പിന്നീട് ഈ ബാരിക്കേഡ് ചാടി മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ഉണ്ടായി. ഇത് പോലീസ് തടഞ്ഞതോടെയായിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഉന്തും വാക്കേറ്റവും ഉണ്ടായത്. ഒടുവിൽ നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ ബാക്കിയുള്ള പ്രവർത്തകരെ ജീപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യമില്ല, പ്രതിഷേധിക്കാനായി എത്തിയതാണ് എന്നാണ് കേസ് പ്രവർത്തകർ നിലവിൽ പറയുന്നത്. എന്നാൽ പ്രവർത്തകരെ മൊത്തത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രവർത്തകർ വലിയ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നഴ്സിംഗ് കോളേജിലെ അപര്യാപ്തത, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് KSU വലിയ പ്രതിഷേധ മാർച്ചിലേക്ക് കടന്നത്. നേരത്തെ ഈ കോളേജിലെ വിദ്യാർത്ഥികളടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിലവിൽ ഈ മാർച്ചിൽ KSUവിന്റെ മാർച്ചിൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ആരോപണങ്ങളുമായി അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായും ഇപ്പോൾ പോലീസിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള തള്ളും പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായി. വാക്കേറ്റത്തിലേക്ക് കടന്നതോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പൂർണ്ണമായും നിലവിൽ പോലീസിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വനിതാ പ്രവർത്തകരടക്കം KSUവിന്റെ വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് പൂർണ്ണമായും നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.